വാർത്തയിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 16-കാരി ചികിത്സ ലഭിക്കാതെ മരിച്ചതായി ആരോപണം. ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലെത്തിച്ച കുട്ടിക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് കുടുംബം ആരോപിച്ചു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടി കഴിഞ്ഞ ദിവസമാണ് മരിച്ചത്. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയാണ്. ഡോക്ടർമാർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് കാണിച്ച് കുടുംബം ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകി. ഞങ്ങള് കൊണ്ടോട്ടി റിലീഫിൽ നിന്ന് ആണ് കുട്ടീനെ കൊണ്ടുപോകുന്നത്. അവിടുന്ന് സീരിയസ് ആയപ്പോഴാണ് കൊണ്ടുപോകുന്നത്. അപ്പം അവിടെ കാഷ്വാലിറ്റി ഒരു ദിവസം മെഡിക്കൽ കോളേജ് നിർത്തുകയും രാത്രി അവിടെ നിർത്തി പിറ്റേന്ന് രാവിലെ വാർഡിലേക്ക് 21-ാം വാർഡിലേക്ക് മാറ്റി. പിന്നെ ഒരു 2 മണി അതിൻ്റെ ശേഷമാണ് കുട്ടിക്ക് ഇങ്ങനെ ഓക്സിജൻ കുറവാണെന്ന് പറഞ്ഞപ്പം വെന്റിലേറ്റർ സൗകര്യത്തിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞ് അവരെന്നെ പറഞ്ഞു അവിടെ സൗകര്യമില്ല എന്നും പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് സാമ്പത്തികമായിട്ടില്ല, ഞങ്ങൾ ഉള്ളത് കഴിഞ്ഞ് വരുവാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ സൗകര്യമില്ല ആണ് അവിടുന്ന് പറഞ്ഞത്. മാറ്റാൻ ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രൈവറ്റിലേക്ക് മാറ്റിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനത്തെ ഒരു കുട്ടിയാണ്, അതിനെ മാറ്റാൻ എങ്ങനെ കഴിയില്ല, ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഇല്ല എന്ന് അവരടുത്ത് ആവർത്തിച്ച് പറഞ്ഞു. ഞങ്ങളെ ലാസ്റ്റ് ഓപ്ഷൻ ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തോളൂ, വേറെ ആളുകളുണ്ട് വെന്റിലേറ്ററിൽ, ഒരാരും മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് ആക്കാന്നാണ് അവർ പറഞ്ഞത്. മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മൾ സ്റ്റാർ കെയർ എന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ഒരു 48 മണിക്കൂർ അവിടെ വെന്റിലേറ്റർ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ പിന്നെ അവിടുത്തെ ബില്ല് താങ്ങാൻ കഴിയാനായിട്ട് ഞങ്ങൾ മറ്റേ KMCTക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ എത്തി കുട്ടി മരിച്ചു. കാരണം മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്കൊരു ഏറ്റവും പാവപ്പെട്ട സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അതും ഡിസേബിൾഡ് ആയ ഒരു കുട്ടിക്ക് ഈ സഹായം കിട്ടിയില്ലെങ്കിൽ എന്തിനായി മെഡിക്കൽ കോളേജ്, എന്തിനാ പൊതുജനാരോഗ്യ മേഖല, എന്തിനാ പിന്നെ അവിടെ ഉള്ളൊരു സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ തൊട്ടടുത്ത് വേറെ ഏതൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് കൈമലർത്താൻ ഒരു മെഡിക്കൽ കോളേജും ആരോഗ്യ മേഖലയും ഉണ്ടല്ലോ. പൊതുജനാരോഗ്യ മേഖല അതിനു വേണ്ടിയിട്ടാണല്ലോ. കാശുള്ളവൻ കൊണ്ടുപോട്ടെ, അത് വേറെ കാര്യം. ഒരു പാവപ്പെട്ടൊരു കുട്ടിക്ക് അവസാനം ഹതാശയരായ ഒരു അമ്മയും ആളുകളും നിലവിളിക്കുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് മറ്റെങ്കിലും കൊണ്ടുപോയിക്കോ, അവിടെ വെന്റിലേറ്റർ ഇല്ല, അല്ലെങ്കിൽ മരണാസന്നനായ ഒരാൾ ഇവിടെ ഉണ്ട്, അദ്ദേഹം മരിച്ചാൽ നിങ്ങൾക്ക് ആ കുട്ടി മരിച്ചു പോയാൽ നിങ്ങളുടെ കുട്ടിയെ കയറ്റാം എന്ന് പറയുന്നതല്ലല്ലോ നമ്മുടെ സംവിധാനം എന്ന് പറയുന്നത്. ഇതിൻ്റെ പേരിൽ വലിയ അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾ അത് ഉത്തരം പറയേണ്ടതാണ്. ജംഷീർ കൊടിഞ്ഞ വിവരങ്ങൾ നൽകും. ജംഷീർ, മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയായിരുന്നു. ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. എന്തുകൊണ്ട് ആ കുട്ടിക്ക് ചികിത്സ ലഭിച്ചില്ല? എന്താണ് സംഭവിച്ചത്? ദിവ്യ, ഈ കുട്ടിക്ക് അസുഖം ബാധിച്ച് 10-ാം തീയതിയാണ് വീട്ടിനടുത്ത് സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. അവിടെ നിന്നാണ് അസുഖം ഗുരുതരമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. ഗുരുതരമായ സാഹചര്യത്തിലായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ആദ്യം തന്നെ വാർഡിലാണ് നിർത്തിയത്. മാത്രമല്ല ഇവിടെ ഗുരുതരമായ അവസ്ഥയിലാണ്, വെന്റിലേറ്ററിലേക്ക് കുട്ടിയെ മാറ്റണം എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ഇവിടെ അതിനുള്ള സംവിധാനമോ സൗകര്യമോ ഇല്ല. നിങ്ങൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്നാണ് ഈ കുടുംബത്തോട് ഡോക്ടർ പറഞ്ഞത് എന്നാണ് കുടുംബം പറയുന്നത്. അതായത് ഗുരുതരമായ അവസ്ഥയിലാണ് എന്നുള്ള കാര്യം ഡോക്ടർ പറയുന്നു, പക്ഷേ അതിനുള്ള സംവിധാനം ഇവിടെ ഇല്ല എന്ന് പറയുന്നു. ഈ കുടുംബം അപ്പോൾ അവരോട് പറയുന്നുണ്ട്, ഞങ്ങൾ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ്, അവസാന ആശ്രയം എന്ന നിലയിലാണ് ഞങ്ങൾ ഈ മെഡിക്കൽ കോളേജിൽ വന്നത്, ഞങ്ങൾ എങ്ങനെയെങ്കിലും പരിഗണിക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടപ്പോൾ കഴിയില്ല എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞതെന്നാണ് പറയുന്നത്. ഇവിടെ ബെഡോ അല്ലെങ്കിൽ വെന്റിലേറ്റർ സൗകര്യമോ നിലവിലില്ല. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിലവിൽ വെന്റിലേറ്ററിലുള്ള ആൾ മരിക്കാൻ കാത്തു നിൽക്കും, അവർ മരിച്ചാൽ നിങ്ങൾക്ക് അവസരം ഉണ്ടാകും എന്ന് പറഞ്ഞ് അവരോട് ആ രീതിയിലാണ് സംസാരിച്ചത് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പിന്നീട് ഇവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നിർബന്ധിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഉടൻ തന്നെ ഡോക്ടർ തന്നെ കുറിപ്പിൽ എഴുതി ഇവരെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സ്വകാര്യ ആശുപത്രിയിൽ മറ്റൊരു ആശുപത്രിയിലേക്കായിരുന്നു കൊണ്ടുപോയിരുന്നത്. അവിടെ സാമ്പത്തികമായി വലിയ തുക വന്നതോടുകൂടി ഈ കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. പിന്നീട് അവർ മുക്കം KMCTയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇവിടെ വെച്ചായിരുന്നു കുഞ്ഞ് മരിച്ചത്. ഏതായാലും ഇതിനകത്ത് ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബവും അതോടൊപ്പം തന്നെ ബന്ധുക്കളും എല്ലാം കുട്ടിയുടെ അമ്മ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട്, നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട്. അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടനകളൊക്കെ തന്നെ ഇതിനകത്ത് പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. കുടുംബത്തെ വേണ്ട വിധത്തിൽ, കുട്ടിയെ വേണ്ട വിധത്തിൽ ഗൗനിക്കുകയോ ഗുരുതരമായ അവസ്ഥയായിട്ട് ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലെത്തുകയും പിന്നീട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ നിന്ന് ചികിത്സ നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാണ് കുടുംബത്തിന്റെ പരാതി. എന്തായാലും ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് കുടുംബം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്.